பட் இன்றைக்கி சாகிறோனோ நாளைக்கு சாகிறோனோ தெரியாது. எந்த டே ஹேங்கிங் பண்ணுறாங்களோ காலையில் ஒரு 5:30 மணிக்கு 3 பேரையும் கொண்டு வந்து ஒரு பிளேஸில், அதாவது தூக்கு போடுறதுக்கு முன்னாடியே செய்கிறாங்க. கொண்டு வந்தாங்க இரவுக்கு போகிறது ஒரே டேட்டில் தான். பட் கவர் எல்லாம் பழைய கவர் கிடையாது சார். பட் கவர் சேஞ்சஸ் பண்ணிட்டாங்க. பட் பார்த்துட்டா കാലാപാനി സിനിമ കണ്ടിട്ടുണ്ടോ? അതിൽ ആ ജയിൽ കണ്ടിട്ടുണ്ടോ? എന്നാൽ അത് കാണാനായിട്ട് നമ്മൾ ആൻഡമാൻ എത്തിയിരിക്കുകയാണ്. ആൻഡമാൻ നിക്കോബാറിലെ ഏറ്റവും പുതിയ വിശേഷങ്ങളുമായിട്ട് ഫോർ സ്റ്റോറീസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പൂപ്പറയിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഒരു ദ്വീപിലേക്കുള്ള യാത്രയാണ്. നമുക്ക് യാത്ര ചെയ്യേണ്ട അഖിലും ടോണിച്ചേട്ടനുണ്ടായിരുന്നു. ഇത് SBMൻ്റെ മൂന്നാറിൽ നിന്ന് ചെന്നൈയിലോട്ട് സർവീസ് നടത്തുന്ന ഒരു സ്ലീപ്പർ ബസ്സാണ്. ഏകദേശം 1800 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. നമ്മൾ ഈ ഒരു ബസ്സിലാണ് നമ്മുടെ ഈ യാത്ര, ആൻഡമാൻ എന്ന സ്വപ്ന നഗരത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. രാവിലെ ഒരു 5:20 ആയപ്പോഴത്തേക്കും നമ്മൾ ചെന്നൈ കോയമ്പേട് എത്തി. കോയമ്പേട് ഇഷ്ടംപോലെ ബസ്സുകൾ, ഈ ഇൻ്റർസ്റ്റേറ്റ് ബസ്സുകൾ വരുന്നുണ്ട്. ഇവിടെ നമ്മളൊരു ഊബർ ബുക്ക് ചെയ്തിട്ടാണ് നമ്മളിനി നമ്മളെ ചെന്നൈ എയർപോർട്ടിലേക്ക് എത്തുന്നത്. എയർപോർട്ടിൽ ടെർമിനൽ 2-ലാണ് നമ്മുടെ ചെക്കിനൊക്കെ ചെയ്ത് നമ്മൾ ഗേറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഫ്ലൈറ്റ് 9:50-നാണ്, രാവിലെ 9:50-നാണ് ഫ്ലൈറ്റ്. സ്പൈസ് ജെറ്റാണ് ഈ ഒരു സർവീസ് നടത്തുന്നത്. സ്പൈസ് ജെറ്റിന് വേണ്ടിയിട്ട് വേറെ ഒരു വിദേശ വിമാനമാണ് ഈ ഒരു സർവീസ് നടത്തുന്നത്. നമ്മുടെ എയർ ഹോസ്റ്റസ് സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസൊക്കെ കാണിച്ചു തരികയാണ്. In the seat pockets, you will find the safety instruction card. There is also shown safety brace position that must be adopted during an emergency landing. ഇതെൻ്റെയും ദേവികയുടെയും കല്യാണത്തിന് ശേഷമുള്ള ആദ്യത്തെ യാത്രയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയും കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ആകാശത്തു നിന്നുള്ള ആ ഒരു കാഴ്ചയൊക്കെ ഞങ്ങളെ ഒരുപാട് ത്രില്ലടിപ്പിച്ച ഒന്ന് തന്നെയായിരുന്നു. ഫസ്റ്റ് ഫ്ലൈറ്റ് എല്ലാവർക്കും ഒരു മനോഹര ഓർമ്മ തന്നെയായിരിക്കും. ഈ താഴെ കാണുന്ന ചെന്നൈയുടെ ആകാശ ദൃശ്യങ്ങളാണ്. ഈ ഒരു വിമാനം ഞാൻ പറഞ്ഞില്ലേ, സ്പൈസ് ജെറ്റിന് വേണ്ടിയിട്ട് മറ്റേതൊരു കമ്പനി ആണ് ഈ ഒരു വിമാനം സർവീസ് നടത്തുന്നത്. അവരുടെ പേര് ഞാൻ മറന്നുപോയി. നമ്മൾ ആകാശത്തിൻ്റെ മുകളിലൂടെ ഇങ്ങനെ പറന്ന് ഈ കാണുന്നത് ആൻഡമാൻ നിക്കോബാറിലെ ദ്വീപുകളാണ്. ആൻഡമാൻ ഒരു ദ്വീപ് സമൂഹമാണ്. ഇന്ത്യയുടെ തന്നെ യൂണിയൻ ടെറിട്ടറി ആണെങ്കിലും 500ഓളം ദ്വീപുകൾ. ഇന്ത്യയിൽ നിന്ന് ചെന്നൈയിൽ നിന്ന് ഏകദേശം 500 കിലോമീറ്ററിലധികമാണ്. ഏകദേശം 2 മണിക്കൂറാണ് ഫ്ലൈറ്റ് ടൈം വരുന്നത്. ഈ ചെറിയതായിട്ട് കാണുന്ന 500ഓളം ദ്വീപുകളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ചെന്നിറങ്ങുന്നത് വീർ സവാർക്കർ ഇൻ്റർനാഷണൽ എയർപോർട്ട്, ആൻഡമാൻ. പോർട്ട് ബ്ലെയർ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇപ്പം ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്. ശ്രീ വിജയപുരം എന്നാക്കിയിട്ടുണ്ട്. അതായത് വിജയനഗര സാമ്രാജ്യത്തെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു പേര്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗൊക്കെയുണ്ട്. ഇന്ത്യയുടെ മെയിൻലാൻഡിൽ നിന്ന് ഏകദേശം 500 കിലോമീറ്റർ അകലെയാണെങ്കിലും ഇത് ഇന്ത്യ തന്നെയാണ്. ആൻഡമാൻ ഇന്ത്യയിലാണ് കേട്ടോ. ഇന്ത്യയുടെ യൂണിയൻ ടെറിട്ടറിയാണ്. നമ്മൾ ലക്ഷദ്വീപ് പോലെ തന്നെയുള്ളൊരു സ്ഥലമാണ്. ഇന്ത്യയുടെ ഫ്ലാഗ് പറക്കുന്നുണ്ടോ? ഇതൊരു ഡിഫൻസ് എയർപോർട്ടാണ് കേട്ടോ. കാരണം ഇന്ത്യൻ നേവിയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയൊക്കെ ഒരു തന്ത്രപ്രധാനമായ സ്ഥലമായിട്ട് ഇതിനെ കാണാം. പിന്നെ ഇവിടെ വരുമ്പോൾ തന്നെ വീർ സവാർക്കർ എന്നുള്ള പേര് അതിനി ഇവിടെ നിന്നുള്ള നമ്മളിവിടെ കാണും. വീർ സവാർക്കർ ആരായിരുന്നു, എന്തായിരുന്നു എന്നുള്ളതെല്ലാം അത് വലിയൊരു ചരിത്രമാണ്. ആ ചരിത്രത്തിന് പല മാനങ്ങളുമുണ്ട്. നമ്മൾ VJ ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന് പറഞ്ഞൊരു പാക്കേജാണ് എടുത്തിട്ടുള്ളത്. അവരിവിടെ സെല്ലുലാർ ജയിലിൽ എത്തിച്ചിട്ടുണ്ട്. ഈ ഒരു സെല്ലുലാർ ജയിൽ നമ്മൾ കാലാപാനി സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ. കാലാപാനി സിനിമ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം. ആ ഒരു ജയിലും അതിൻ്റെ ഒരു ആംബിയൻസും അത് നമുക്കുണ്ടാകുന്നൊരു ബുദ്ധിമുട്ടും, ആ ബുദ്ധിമുട്ട് ഇവിടെ വരുമ്പോൾ നമുക്ക് നേരിട്ട് തോന്നും. സ്വാതന്ത്ര്യത്തിൻ്റെ ആ ജ്യോതി കത്തി നിൽക്കുന്നു. ആയിരത്തി 1896 മുതൽ 1906 വരെ ടൈം എടുത്തിട്ടാണ് 7 വിങ്സായിട്ട് ഒരു 693 സെല്ലുകളുള്ള ഈ സെല്ലുലാർ ജയിൽ നിർമ്മിച്ചേക്കുന്നത്. ഏറ്റവും കടുത്ത ശിക്ഷ. ഇന്ത്യയിൽ നിന്ന് ഇത്രയും ദൂരെ. കാലാപാനി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ തിരികെ വരില്ല, അല്ലെങ്കിൽ കറുത്ത ലാൻഡ്, അല്ലെങ്കിൽ കറുത്ത വെള്ളം എന്നുള്ള അർത്ഥത്തിലാണ് കാലാപാനി. അതായത് അത്രയും മോശം അവസ്ഥയിൽ ശിക്ഷ കൊടുക്കുന്ന, അല്ലെങ്കിൽ നരക തുല്യമായ ജീവിതമാണ് ഇവിടെ ശിക്ഷ ആയിട്ട് നൽകിക്കൊണ്ടിരുന്നത്. സ്ട്രാബിങ്, അതായത് പട്ടിണിയിലിടുക ആളുകളെ. അതുപോലെ എണ്ണ ആട്ടുന്ന യന്ത്രം ഉണ്ടല്ലോ, അത് ആട്ടിക്കുക. കാളിനൊക്കെ വെച്ച് ആട്ടുന്നത് മനുഷ്യരുടെ ആട്ടിക്കുക. ഒറ്റ മുറിയിൽ കൊണ്ടേ കിടത്തി ഏകാന്ത തടവ്, അങ്ങനെയുള്ള പല പരിപാടിയും ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ആ കാലാപാനിയിലെല്ലാം കാണുന്നത് അതിൻ്റെ ഒരു പോർഷനാണ്. അതിൻ്റെ അകത്ത് മോഹൻലാൽ ഷൂ നക്കുന്ന രംഗമുണ്ടല്ലോ,
ഞാനിവിടെ പറഞ്ഞത് എന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ. അതെ, സവാർക്കറും ഇതേ ജയിലിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. സവാർക്കറെ ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യസമര സേനാനി എന്നൊക്കെ പറയുമ്പോൾ പോലും അദ്ദേഹത്തിന് പണ്ട് ഒരു മേഴ്സി പെറ്റീഷൻ എഴുതി കൊടുത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു എന്നുള്ളതും നമ്മൾ വിസ്മരിക്കപ്പെടാത്ത ചരിത്രം തന്നെയാണ്. എന്നാൽ ഇവിടുത്തെ എയർപോർട്ടും ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം ഇന്ന് സവാർക്കറിൻ്റെ പേര് തന്നെയാണ്. ചരിത്രം എത്ര മനോഹരമായാണ് തിരുത്തി എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തെളിവ് ഇവിടെ തന്നെ നമുക്ക് കാണാം. ഇത് ആ ഒരു പോർഷൻ തന്നെ റിനോവേറ്റ് ചെയ്യേണ്ടത്. ഇത് ഒറിജിനൽ പഴയ സെല്ലുലാർ ജയിലിലെ ഒരു മുറിയാണ്. വളരെ ഇടുങ്ങിയ ഒരു മുറിയാണിത്. ഈ ഒരു ആളെ അല്ലെങ്കിൽ ഒരാൾ ഇതിനകത്ത് തന്നെയായിരിക്കും അവരുടെ ശിക്ഷ മുഴുവൻ തീരുന്നത് വരെ കിടക്കുന്നത്. ഈ ആൻഡമാൻ നിക്കോബാർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അന്ന് ഈ ബ്രിട്ടീഷുകാർ ഈ ജയിൽ പണിതത് ഇവിടെ കൊണ്ടുപോയിട്ട് നരക യാതനകൾ നൽകി ആളുകളെ പീഡിപ്പിക്കാനും ആ പീഡനങ്ങൾ തന്നെയാണ് ഈ ജയിൽ ഉണ്ടാവുന്നതും. ആൻഡമാൻ ശരിക്കും ഒരു മിക്സഡ് കൾച്ചറുള്ള സ്ഥലമാണ്. നോർത്ത് ഇന്ത്യയും സൗത്ത് ഇന്ത്യയും സെൻട്രൽ ഇന്ത്യയും ഈസ്റ്റ് ഇന്ത്യയും അങ്ങനെ മുഴുവൻ ആളുകളും ഇവിടെയുണ്ട്. മലയാളികളും തമിഴരും അല്ലെങ്കിൽ ഹിന്ദിക്കാരും അങ്ങനെ. അതുകൊണ്ട് തന്നെ ഒരു മിശ്ര കൾച്ചറും മിശ്ര ഭക്ഷണങ്ങളും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ധാരാളം മലയാളികൾ ഇവിടെയുണ്ട്. നിലമ്പൂരും വണ്ടൂരും കോഴിക്കോടും എല്ലാം ഇവിടെയുണ്ട്. നീല കടലാണ് കാണുന്നത്. ഇതിൻ്റെ വാച്ച് ടവറാണ്. തൊട്ട് താഴെ ആയിട്ട് നമുക്ക് ആ ഒരു ഗാലറി കാണാമല്ലോ. അവിടെ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ആയിട്ട് 6 മണിക്ക് ഇവിടെ ഉണ്ട്. അതിന് നമ്മൾ ടിക്കറ്റ് വേണമെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യണം. നമ്മളിതൊരു പാക്കേജ് എടുത്തിട്ടാണ് ഇവിടെ ആൻഡമാനിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ടിക്കറ്റും കാര്യങ്ങളെല്ലാം അവർ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. വൈകിട്ട് 6 മണിക്കാണ് ഈ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ. അവിടെ ഈ ജയിലിൻ്റെ ചരിത്രവും ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ഇവിടെ വന്നതെന്നുള്ളത് അല്ലെങ്കിൽ ഇവിടെ എങ്ങനെയാണ് പണിതെന്നുള്ളതെല്ലാം കൃത്യമായിട്ട് അത് മനോഹരമായൊരു ഷോ ആണ്. പിന്നെ പൊളിറ്റിക്കലി കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട് എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ ഇവിടെയാണ് ഈ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ നടക്കുന്നത്. കുറച്ചും കൂടി ഇരുട്ടായതിനു ശേഷമാണ് കേട്ടോ. പിന്നെ ഇവിടെ നേരത്തെ ഇരുട്ടാവും. രാത്രി നേരത്തെയാണ്. അതുപോലെ തന്നെ രാവിലെ നേരം വെളുക്കുകയും ചെയ്യും. നമ്മൾ ഇനി പോകുന്നത് തൂക്കുമരമാണ്, ഗാലോസ്. ഒരുപാട് പേരെ തൂക്കിലേറ്റിയ സ്ഥലം കൂടിയാണ് കേട്ടത്. മാപ്പ് എഴുതി കൊടുക്കാത്ത പലരെയും തൂക്കിലേറ്റിട്ടുണ്ടാവാം. ഈ കാണുന്നതാണ് തൂക്ക് കയറ്. ഇവിടുന്ന് ഈ വൈറ്റ് കാണിച്ചേക്കുന്ന ആ പോർഷനിലൂടെ കാല് താഴോട്ടിട്ട് താഴോട്ട് പോവുകയാണ്. ഈ ഒരു പുളിമരത്തിൻ്റെ ചുവട്ടിലായിട്ടാണ് ഇവിടുത്തെ ഗാലോസ് അല്ലെങ്കിൽ ആ ഒരു ശിക്ഷ നടപ്പാക്കുന്ന സ്ഥലം. എന്നിട്ട് ബോഡി എടുക്കാനായിട്ട് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. ഇത് കാണുമ്പോൾ നമ്മുടെ മനസ്സിന് ഇപ്പോഴും ഒരു ചെറിയ മരവിപ്പ് തോന്നും. മുകളിൽ കെട്ടിത്തൂങ്ങിയ ആൾ താഴോട്ട് ഈ ഒരു ഗ്യാപ്പിലോട്ട് താഴോട്ട് വന്ന് காலு மாத்திரம் ஆட்டு கிடக்கும். பட் 3 பேருக்காக வெயிட் பண்ண வச்சிருவாங்க. ஆனால் யாரோடையும் பேச முடியாது. பட் அந்த ரூம்லேயே இருக்கணும், வேலைக்கும் அனுப்ப மாட்டாங்க. ரொம்ப சித்திரவதை. பட் இன்னைக்கு சாகுறவனோ நாளைக்கு சாகுறவனோ தெரியாது. எந்த டே ஹேங்கிங் பண்ணுறாங்களோ காலையில் ஒரு 5:30 மணிக்கு 3 பேரையும் கொண்டு வந்து ஒரு பிளேஸில், அதாவது தூக்கு போடுறதுக்கு முன்னாடியே செய்கிறாங்க. இறப்புக்கு பின்னாடி செய்கிறத முன்னாடியே குழுவாட்டுறாங்க. கடைசி ஆசைகள் கேட்குறாங்க. கேட்டுட்டு உடனே கடைசி ஆசையில் சொல்லுவாங்க, நான் பெரிய இந்து ஃபேமிலி, என்னை வந்து அடக்கம் பண்ணிடுறாங்க, எரிச்சுன்னு சொல்லுவாங்க. சில ஒருத்தர் சொல்லுவாங்க என்னை வந்து அடக்கம் பண்ணிடு அப்படி சொல்லுவாங்க. அதை கேட்பாங்க. எல்லா பாஷையும் தூக்கு போடுறது ஒரே டைப்ல தான். பட் கவர் எல்லாம் பழைய கவர் கிடையாது சார். பட் கவர் சேஞ்சஸ் பண்ணிட்டாங்க. பட் பார்த்துட்டு அப்படியே வாங்க. அந்த பிரேதை எல்லாம் சைடில் வந்து எடுக்கிறாங்க. கீழே ஒரு கெட்டு போட்டு டவுன் பண்ணிட்டாங்க. மலகாயில நிற்பாங்க. மலகாயில ഇവിടെയാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ നടക്കുന്നത്. നമ്മളേലും ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ 6 മണിക്കാണ്. അതിന് മുമ്പായിട്ട് ഇവിടെ ഒരു ആർട്ട് ഗാലറി, അതായത് ആർട്ട് ഗാലറി എന്ന് പറയാൻ പറ്റില്ല, ഈ ജയിലിൻ്റെ ചരിത്രം പറയുന്ന ഒരു ഗാലറി, ഹിസ്റ്റോറിക് ഗാലറി ഇവിടെ തന്നെയുണ്ട്. അതും കണ്ടതിന് ശേഷം നമ്മൾ കോവിൻസ് ഗ്രോ, അങ്ങനെ കൊണ്ട് കോവിൻസ് ഗ്രോ എന്നാണ് തോന്നുന്ന ബീച്ചിൻ്റെ പേര്. ഇവിടുന്ന് 7 കിലോമീറ്റർ മാത്രമുള്ളത്. ആ ബീച്ചിലോട്ട് പോവുകയാണ്. ആ ബീച്ചിലോട്ട് പോയതിന് വന്നതിന് ശേഷമാണ് നമുക്ക് ഈ പറഞ്ഞ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ അരങ്ങേറുന്നത്. അപ്പം നമ്മുടെ വാഹനം എത്തിയിട്ടുണ്ട്. നമ്മൾ ബീച്ചിലോട്ട് പോവുകയാണ്. ആൻഡമാൻ്റെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. വിശേഷങ്ങൾ തുടരും. അടുത്ത എപ്പിസോഡ് ഉടനെ തന്നെ വരും. നമ്മുടെ നേതാജിയുടെ പേരിലുള്ള റോസ് ഐലൻഡ് ഉണ്ടല്ലോ, അതായിരിക്കും നമ്മുടെ അടുത്ത എപ്പിസോഡിൽ. റോസ് ഐലൻഡിൻ്റെയും ആൻഡമാൻ്റെ സംസ്കാര ചരിത്രത്തെ പറ്റിയുള്ള പുതിയ പുതിയ വീഡിയോകൾ നമ്മളിനി തുടർന്നും ചാനലിൽ ഇടുന്നതാണ്. അപ്പം ചാനൽ തുടർന്നും കാണുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.